ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത ISL സീസണിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനിയും കൈവരേണ്ടതുണ്ട്. FSDL പുതിയ ഒരു പ്രപ്പോസലൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രൊമോഷന്റെ കാര്യത്തിലും റെലഗേഷന്റെ കാര്യത്തിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും FSDLും പുതിയ കോൺട്രാക്റ്റിൽ അധികം വൈകാതെ തന്നെ ഒപ്പുവെക്കും. എന്നിട്ട് കാര്യങ്ങളൊക്കെ അതിവേഗത്തിൽ മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ISLുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാധ്യമപ്രവർത്തകനായ സായൻ മുഖർജി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ISL ഇതുവരെ വലിയ നഷ്ടത്തിലാണ് ഓടുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. 2014 മുതൽ ഇതുവരെ ISL നടത്തിയതിൽ വലിയ നഷ്ടമാണ് സംഘാടകർക്കും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് സായൻ മുഖർജി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആകെ 5000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ കാലയളവിൽ കണക്കാക്കപ്പെടുന്നത്. നടത്തിപ്പുകാരായ FSDLനും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കും വന്ന് ചേർന്ന ആകെ നഷ്ടമാണ് ഈ തുക. ഓപ്പറേഷണൽ കോസ്റ്റുകൾ ആയിക്കൊണ്ട് 2800 കോടി രൂപയാണ് ആകെ നഷ്ടം വന്നിട്ടുള്ളത്. അതേസമയം പ്രൊഡക്ഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഇനത്തിൽ 2200 കോടി രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട്. 2014 മുതലുള്ള ആകെയുള്ള കണക്കുകളാണ് ഇത്. ഏതായാലും വലിയ ഒരു നഷ്ടത്തിലാണ് ഇപ്പോൾ ISL ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് FSDL തങ്ങളുടെ ഈ ഒരു നിബന്ധനകളൊക്കെ കടുപ്പിക്കുന്നത്. FSDL കോൺട്രാക്ട് പുതുക്കുന്ന കാര്യത്തിൽ ഒരു അവ്യക്തത വരുത്തുന്നത് ഈ നഷ്ടം കൊണ്ട് തന്നെയാണ്. കൂടുതൽ ലാഭകരമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.